Breathe in slowly, breathe out. ജെയിംസ് ഇതൊരു താൽക്കാലിക എമർജൻസി ടെക്നിക്കാണ്. അടുത്ത തവണ പാനിക് അറ്റാക്ക് വന്ന് പേടിച്ച് വരയ്ക്കുന്നതിന് മുമ്പ് ബ്രീത്ത് ഒന്ന് കൺട്രോൾ ചെയ്യുക. ഇതുപോലത്തെ ഒരു സാധാരണ കവർ എപ്പോഴും കയ്യിലുണ്ടാവണം. അതിലേക്ക് ഊതി ബ്രീത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുക. ഹാർട്ട് റേറ്റ് പതുക്കെ കുറഞ്ഞ് നോർമലാവും. പാനിക് അറ്റാക്കിലേക്ക് പോകാതെ ആങ്സൈറ്റിയെ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാം. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അത് കാര്യമായിട്ട് പറയും. സോ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അൻവർ ഹുസൈൻ തന്റെ ക്ലയന്റിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പേപ്പർ ബാഗ് ടെക്നിക്കാണ് ഇതെന്നുള്ളത്. ഒരുപക്ഷെ ഹൈപ്പർ വെന്റിലേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ പേപ്പർ ബാഗ് ടെക്നിക് തന്റെ ക്ലയന്റിന് അൻവർ ഹുസൈൻ പറഞ്ഞു കൊടുത്തത്. എന്താണ് ഹൈപ്പർ വെന്റിലേഷൻ? ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഓവർ ബ്രീത്തിങ് ചെയ്യും. ഈ സമയത്ത് നിങ്ങളുടെ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡ് ലോ ആകും. അങ്ങനെ നിങ്ങൾ ഫെയിന്റ് ചെയ്യാനും അതിനോടനുബന്ധിച്ചുള്ള സിംറ്റംസ് കാണിക്കാനും ഒക്കെ തുടങ്ങും. സോ ഈ ഒരു ഹൈപ്പർ വെന്റിലേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ ബാഗ് ടെക്നിക് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ബ്രീത്തിങ് ഉണ്ടാകുക. ഈ സമയത്ത് ഇങ്ങനെ ഒരു പേപ്പർ ബാഗ് എടുത്തതിന് ശേഷം മൂക്കും വായും ഇതിനുള്ളിലേക്ക് ആക്കി വെച്ചതിന് ശേഷം അതിലേക്ക് 5 മുതൽ 10 തവണ വരെ ബ്രീത്ത് ചെയ്യും. ഈ സമയത്ത് ഇതിനുള്ളിലെ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ ആയിരിക്കും നിങ്ങൾ തിരിച്ച് ഇൻഹേൽ ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങളുടെ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡ് ലോ ആവാതിരിക്കാൻ ഇത് സഹായിക്കും. ഇതാണ് ഈ ഒരു പേപ്പർ ബാഗ് ടെക്നിക്ക് കൊണ്ട് അൻവർ ഹുസൈൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സൈക്കോളജി കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ സൈക്കാട്രി കമ്മ്യൂണിറ്റിയിലും ഇത്തരം ടെക്നിക്സുകൾക്ക് എതിരഭിപ്രായം പറയുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഈ ഒരു ടെക്നിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പ്രോപ്പർ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇവിടെ പാനിക് അറ്റാക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്നുള്ളത്.